മൂത്ത പുത്രനോട് പറഞ്ഞു, നിന്റെ സഹോദരൻ വന്നു. നിന്റെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവൻ മരിച്ചവനായിരുന്നു, ജീവനോടെ കിട്ടിയതിൽ പിതാവ് സന്തോഷിച്ചു. കൊഴുത്ത കാളക്കുട്ടിയെ അറുത്ത് സന്തോഷം പങ്കിടുകയാണ്. മഹാവിരുന്ന്, ദ ഗ്രേറ്റ് ഫീസ്റ്റ്. യഥാർത്ഥത്തിൽ ലോകാവസാനത്തിൽ സംഭവിക്കുന്ന എസ്കറ്റോളജിക്കൽ ഫുൾഫിൽമെന്റ് ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ് അനുഭവം, സ്വർഗ്ഗരാജ്യത്തിലെ വിരുന്ന്. പിതാക്കന്മാർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. പക്ഷേ മൂത്ത മകൻ പുറത്തു നിൽക്കുകയാണ്. പുറത്തു നിന്നപ്പോൾ പിതാവ് ഇതറിഞ്ഞ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. മകനെ ക്ഷണിച്ചു, നീ അകത്തേക്ക് കടന്നു വരിക. ആ സമയത്ത് വിദ്വേഷവും നീരസവും നിറഞ്ഞ് ഈ മൂത്ത മകൻ പറയുന്നതാണ്, നീ എനിക്ക് എന്നെ ഒരാട്ടിൻകുട്ടിയെ തന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. കിട്ടാത്ത ആട്ടിൻകുട്ടി. നീ എനിക്ക് ഒരാട്ടിൻകുട്ടിയെ തന്നില്ല. അതേസമയം നശിച്ചു പോയവൻ, നിന്റെ സമ്പത്തെല്ലാം നശിപ്പിച്ചവൻ, അവൻ തിരികെ വന്നപ്പോൾ കൊഴുത്ത കാളക്കുട്ടി. ഇത്രയും നാള് നിന്റെ കൂടെ ഈ ഭവനത്തിൽ താമസിക്കുകയും വയലിൽ ജോലി ചെയ്യുകയും ചെയ്ത എനിക്ക് നീ ഒരാട്ടിൻകുട്ടിയെ തന്നില്ല. ഇതിന്റെ മറുപടി ആ പിതാവ് പറയുന്നുണ്ട്. പിതാവ് പറയുന്നു, എന്റെ മകനെ, ആ വാക്കുപോലും എത്ര ഭയങ്കരം, മൈ ഡിയറസ്റ്റ് സൺ, എന്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കാകുന്നു. നീ അകത്ത് വരിക. ഞാന് ഈ ഉപമയിലെ വലിയ പ്രശ്നക്കാരനെ കാണുന്നത് തിരിച്ചു വന്ന ഇളയ മകനല്ല, മറിച്ച് അപ്പനെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത, പിതാവിനെ ഇന്നുവരെ മനസ്സിലാക്കുവാൻ കഴിയാത്ത, കൂടെ താമസിച്ചിട്ടും സ്വന്തം പിതാവിനെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത മൂത്ത പുത്രനാണ് പ്രശ്നം. ഈ കഥ പറഞ്ഞത്, ഈ ഉപമ പറഞ്ഞത്, മാനസാന്തരമില്ലാത്ത, ബലഹീന മനുഷ്യരെ സ്നേഹിക്കാത്ത, സാഹോദര്യത്തിന്റെ വിലയറിയാത്ത യഹൂദ മത നേതൃത്വത്തെ അവരുടെ ആധ്യാത്മിക അന്ധതയെ കണ്ടുകൊണ്ടാണ് യേശുക്രിസ്തു ഈ കഥ പറഞ്ഞത്. പക്ഷെ വ്യാഖ്യാനങ്ങളിലെല്ലാം കഥയുടെ തീവ്രത നിലനിൽക്കുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട വശം നിലനിൽക്കുന്നത് മുടിയൻ പുത്രൻ, ഇളയ മകൻ. പക്ഷെ ഇളയ മകനെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു, കാര്യം അവൻ തിരിച്ചു വന്നു. എന്നാൽ കൂടെ താമസിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള ഭക്തരായ ക്രിസ്ത്യാനികൾ അപ്പന്റെ കൂടെ താമസിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അപ്പനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതാണ് സഹോദരങ്ങളെ ഇന്നത്തെ ആധ്യാത്മിക ജീവിതത്തിന്റെ പ്രശ്നം. ഇന്ന് നാം അനുഭവിക്കുന്ന ആത്മീക ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാന കാരണം അവിടെയാണ് നിലകൊള്ളുന്നത്. ഈ പരിഭവം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പരിഭവം എന്താണ്? നീ ഇതുവരെ എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. കിട്ടാത്ത ആട്ടിൻകുട്ടി, അത് കാരണം സ്വസ്ഥതയില്ലാതെ ഞാനും നിങ്ങളും അധപ്പതിക്കുന്നു. അലക്സാണ്ട്രിയയിലെ പരിശുദ്ധനായ മർക്കൂറിലോസ്, അദ്ദേഹം